അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല കടുപ്പത്തിലും ഡബിൾ സ്ട്രോങ് ചായയൊക്കെ കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചായ കുടിക്കാൻ പോകുന്ന കടയിൽ ബ്രാൻഡഡായ തേയിലകൾ തന്നെയാണോ ഉപയോഗിക്കുന്നത്, ശുദ്ധമായ തേയില തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തുക. നീലഗിരി തേയിലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ആ മേഖലകളിൽ നിന്ന് വരുന്ന തേയിലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലുള്ള മാരകമായിട്ടുള്ള നിറങ്ങൾ അതിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മുബഷീർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. മുബഷീർ, നമ്മളിപ്പോൾ ഈ പരിശോധനയിലും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വ്യക്തമായി. സാധാരണ പച്ചവെള്ളത്തിൽ ഇട്ടാൽ പോലും നമ്മൾ കൊണ്ടുവന്ന ഈ തേയിലപ്പൊടിയിലെ മായം കൃത്യമായിട്ട് നിറമായി മാറുന്നത് നമ്മൾ കണ്ടു. എന്നാൽ അതേസമയം ഒരു ഒറിജിനൽ തേയിലയാണെങ്കിൽ ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഇട്ടാൽ വളരെ പെട്ടെന്ന് നിറം മാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്ന, അർബുദത്തിന് വരെ കാരണമായേക്കാവുന്ന വളരെ മാരകമായ വിഷപദാർത്ഥങ്ങളാണ് ഇത്തരം തേയിലപ്പൊടികളിലുള്ളത് എന്നത് വ്യക്തമല്ലേ? തീർച്ചയായും അവിടെ നിന്നും ആ ഒരു തേയിലപ്പൊടി ലഭിച്ച സമയത്ത് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ കൂനൂരിലുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ എത്തി വ്യാപാരികൾക്ക് കൊടുത്ത സമയത്ത് അവർ പറയുന്നത് ഇത് ഫേക്കാണ്, അതായത് ഇതിൽ വലിയ രീതിയിൽ രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോകരുത്, വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അവിടെയുള്ള വ്യാപാരികൾ നമ്മളോട് പറയുന്നുണ്ട്. എങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ മലപ്പുറത്തെത്തി ഫുഡ് ലാബിൽ അത് പരിശോധനയ്ക്കായി കൊടുക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അരുൺകുമാർ. അതായത് ആ ചായപ്പൊടി പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിന് നിറം മാറുന്നുണ്ട് എന്നുള്ളതാണ്. 30 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ചുവപ്പ് നിറത്തിലുള്ളൊരു വസ്തു അടിഞ്ഞുകൂടും നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഫുഡ് കളർ പോലെയുള്ള വസ്തുക്കൾ ചേർത്തുകൊണ്ടാണ് ആ ഒരു ചായപ്പൊടി നിർമ്മിച്ചിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ആ ഒരു പരിശോധനയിലൂടെ എന്നുള്ളതാണ്. ഇനി ആ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ അർബുദത്തിന് വരെ കാരണമാകുന്ന തരത്തിലുള്ള വസ്തുക്കൾ അവയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവയൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു വിപണനം ഈ ഒരു ചായപ്പൊടികളുടെ കാര്യത്തിൽ കുനൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആവശ്യക്കാർ ഏറെയുള്ളത് ഈ ഒരു ചായപ്പൊടിക്ക് വേണ്ടി കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ്. കേരളത്തിലെ പല ഹോട്ടലുകളിലേക്കും തട്ടുകടകളിലേക്കും ഇവ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ സാമ്പിൾ വാങ്ങി പിന്നീട് ഹോട്ടലിലെത്തി പരിശോധിച്ചതിന് ശേഷം നിരവധി ആളുകൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ സമീപിക്കുന്നുണ്ട്. അവർ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത് നേരിട്ട് അവിടെ പോയി അന്വേഷിച്ച സമയത്ത് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു വിതരണക്കാരൻ നമ്മളോട് പറഞ്ഞതോടുകൂടി വ്യാപകമായി ഇത് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ സ്ഥിരീകരിക്കുകയാണ്. ഇനി ഇതിൽ ആരാണ് ഇടപെടേണ്ടെന്നൊരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ പരിശോധന കർശനമാക്കി ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കുമോ എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും. കൃത്യമായിട്ട് ഇത്തരം കടകൾ സന്ദർശിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു മുബഷീർ. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മുബഷീറും സംഘവും നടത്തിയ കുറച്ച് നാളുകളായി നീണ്ട ഒരു അന്വേഷണമായിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ ഇത്തരം തേയിലപ്പൊടി കേരളത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി. പക്ഷേ അതിന് ഉറവിടം തേടിപ്പോയപ്പോഴാണ് കൂനൂരിലൊക്കെ കുടിൽ വ്യവസായം പോലെ മായം ചേർക്കുന്ന തേയിലപ്പൊടികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്ട്രോങ്ങും ഡബിൾ സ്ട്രോങ്ങും തേടി നിങ്ങൾ ചായക്കടകളിലേക്ക് പോകുമ്പോൾ ആ ചായക്കടകളിൽ ഉപയോഗിക്കുന്നത് മായമില്ലാത്ത ചായപ്പൊടിയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഇനി തട്ടുകച്ചവടക്കാരായിട്ടുള്ള മനുഷ്യരോടാണ് അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളോടാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരം ചായപ്പൊടികൾ ഈ കടുപ്പം ചേർക്കാൻ വേണ്ടി വാങ്ങിച്ചു വെക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കൊരു അന്തസ്സും എത്തിക്സും ഉണ്ടാവണം. അവിടെ ഈ മായം കലർന്നിരിക്കുന്ന പൊടി കൊടുത്ത് മനുഷ്യരെ അർബുദ രോഗികളാക്കി മാറ്റാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ചിലപ്പോൾ ഒരു 5-10 രൂപയുടെയൊക്കെ വ്യത്യാസമേ ഉണ്ടാവൂ. ഒരു 4-5 ചായയൊക്കെ കൊടുക്കുമ്പോൾ ലാഭം. ആ ലാഭത്തിന് വേണ്ടി നിങ്ങളുടെ ക്ലയൻറ്റിനെ, നിങ്ങളുടെ ഉപഭോക്താവിനെ നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് മാത്രമേ നമുക്ക് ഇവരോട് പറയാനുള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല, ഇത്തരം ചായപ്പൊടികൾ ഉപയോഗിക്കുന്നവർ നിർബന്ധമായും അതിൽ നിന്ന് പിന്മാറണം. ബ്രാൻഡഡ് ചായയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. ഒരു തരത്തിലും മേൽവിലാസം ഇല്ലാതെ വരുന്ന ബ്രാൻഡുകളിലാണ് ഇത്തരം മായങ്ങൾ കലർന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ചായയിൽ ഡബിൾ സ്ട്രോങ് മായമാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്.